രാജ്യത്തിൻ്റെ ആകെ വികസനം ലക്ഷ്യമാക്കി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റ്, യൂണിയൻ ഗവൺമെൻറ് ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതാണ്. ഇത്രയും കേരള വിരുദ്ധമായ, കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത്. ഈ ബഡ്ജറ്റ് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭാവിയെ കരുതിയും ഇന്ത്യയുടെ വികസനത്തെ കരുതിയും ജനങ്ങളുടെ പുരോഗതിയെ കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് വേണ്ടത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ്. പൊളിറ്റിക്കൽ എക്സസൈസ് ടു പ്രൊട്ടക്ട് ദ, ഇറ്റ്സ് എ ലൈഫ് സേവിങ് ഫോർ ദി NDA ഗവൺമെൻറ്റാണ്. അതാണ് ആക്ച്വലി വേണ്ടത്. ഒരു NDA കോalitionനെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ശരിയായി പറയുമ്പോൾ ഉള്ള കാര്യം. പൊതുവിൽ ഇതിൻ്റെ ധനകാര്യ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ധാരാളമായിട്ട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഐക്യം, കോപ്പറേറ്റീവ് ഫെഡറലിസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറേയേറെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാനോ മോഡി ഗവൺമെൻറ്റിന് യാതൊരു അർഹതയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ബഡ്ജറ്റിനകത്തെ സമീപനം. ഇത്രയും രാജ്യത്തെ സംസ്ഥാനങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെ ഒരു ബഡ്ജറ്റ്, രാജ്യത്ത് ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആകെയുള്ള റിസോഴ്സ് എടുത്തിട്ട് അവർ സ്വന്തം മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രദേശത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തതാണ്. അതാണ് ചെയ്തത്. അതുകൊണ്ട് ഫെഡറലിസത്തിൻ്റെ കാര്യം പറയാൻ മോഡി ഗവൺമെൻറ്റിന് അർഹതയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ്. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് സംബന്ധിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപനങ്ങളല്ലാതെ കഴിഞ്ഞ ബഡ്ജറ്റും ഈ ബഡ്ജറ്റുമായിട്ട് അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് കാണാം ചെലവുകളുടെ കാര്യത്തിൽ. എന്നാൽ ചെലവുകൾ ഓരോന്നും എടുത്താലോ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് പല മേഖലയിലും വരുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ചില മേഖലയിലെ സബ്സിഡി, ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിനകത്ത് വന്നിട്ടുള്ള വെട്ടിക്കുറവ് 22-23 2,72,000 കോടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അത് കുറഞ്ഞു വന്നു. ഈ വർഷം അത് 2,05,000 കോടിയുള്ളൂ. 2,70,000 കോടി 22-23 ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കുറഞ്ഞു. ഇതിപ്പോൾ ഷാർപ്പായിട്ട് 2,05,250 കോടിയായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലെ ഡാറ്റയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇവിടെ മറ്റ് ചില മേഖലകളിൽ 2,51,000 ചില്ലാനം കോടി ഉണ്ടായിരുന്ന വളത്തിൻ്റെ സബ്സിഡി അത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് 1,64,000 കോടിയായിട്ടുണ്ട്. അതുപോലെ ഈ ആരോഗ്യരംഗം ചെറിയ ഓരോ ഹെഡ് എടുത്തു നോക്കിയാലും വലിയ തോതിലുള്ള വെട്ടിക്കുറവ് കാണാം. MNREGയുടെ എടുക്കാം നമുക്ക്. 22-23 തൊഴിലുറപ്പ് പദ്ധതിക്ക് 90,806 90,000-ലധികം കോടി രൂപ ചിലവാക്കിയിരുന്നതാണ്. അതിപ്പോൾ ഓരോ വർഷം കഴിഞ്ഞു വരുമ്പോൾ കൂടേണ്ടതാണ്. അത് 86,000 കോടിയാണ് 2 വർഷം കഴിഞ്ഞപ്പോൾ 86,000 കോടിയെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അംഗൻവാടിയുടെ പദ്ധതികളിൽ പോഷൺ അഭിയാൻ പോലെയുള്ള കാര്യങ്ങൾക്കും സാധാരണഗതിയിൽ അംഗൻവാടിയും മറ്റുമൊക്കെ കൂടുതൽ വരേണ്ടതാണ്. അവിടെയും കുറവാണ് വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കുറവ് അവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള PM ഗരീബ് കല്യാൺ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ 2,72,802 കോടിയാണ് 22-23 ബഡ്ജറ്റിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ റിവൈസ്ഡ് ബഡ്ജറ്റ് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിൽ വെച്ചേക്കുന്നത് 2,05,250 കോടി. ഞാൻ പറഞ്ഞ ഈ ഓരോ കാര്യത്തിലും 2,70,000 നിന്ന് 2 ലക്ഷം ആവുമെന്ന് പറയുമ്പം എത്ര ശതമാനമാണ് വെട്ടിക്കുറവ് വരിക? ഈ മേഖലയിലൊന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊന്നും ഒരു കാര്യവും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ PM എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം, അതിനകത്തൊരു ചെറിയ തുകയാണ് വെച്ചേക്കുന്നത്. 2,733 കോടിയായിരുന്നു. അതിപ്പോൾ 2,300 കോടിയായി. ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റിയാണ്. അതുകൊണ്ട് ഞാൻ ആ തുക എടുത്ത് പറഞ്ഞത്. ഇതുപോലെ ഓരോ മേഖല എടുത്താലും ബഡ്ജറ്റിനകത്ത് പണം വെച്ചിരിക്കുന്നതിന് കുറവാണ് കാണാൻ പറ്റും. ബഡ്ജറ്റിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴേ റെയിൽവേയും മറ്റോരോ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റും, അറിയാൻ പറ്റും.
പക്ഷേ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം പറയേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വാസ്തവത്തിൽ 10 ലക്ഷത്തിലധികം വേക്കൻസി കേന്ദ്ര ഗവൺമെൻറ്റിൽ കാലിയായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോയിൻറ്റ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആകെ PSC അപ്പോയിൻമെൻറ്റ് നടത്തുന്നതിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2022-23 കണക്ക് പ്രസിദ്ധീകരിച്ച് പോകുന്നൊരു കാര്യം, അതിനകത്തെ 65% അപ്പോയിൻമെൻറ്റ് കേരളത്തിലാണ് നടക്കുന്നത്. ബാക്കി സ്റ്റേറ്റുകളിൽ പൊതുവെ നടക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം 10 ലക്ഷത്തിലധികം വേക്കൻസിയാണ്. അത് അവർ അപ്പോയിൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ശമ്പള പരിഷ്കരണം പോലുള്ള കാര്യങ്ങളിൽ ഞങ്ങളത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോഴും സ്വകാര്യ മേഖലയിൽ ചില ജോലികൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെ അധികം ജോലികളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ 5000 രൂപ വെച്ചുള്ള ഒരു അപ്രന്റീസ്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. 2 ബഡ്ജറ്റ് മുമ്പിൽ കേരള ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത കാര്യമാണ് ആ സ്കീം. അത് നടപ്പിലാക്കുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ പൊതുവിൽ സർക്കാർ അങ്ങനത്തെ കാര്യങ്ങൾ ചിലവാക്കാൻ തയ്യാറാവുന്നില്ല. വാസ്തവത്തിൽ ഇത്രയും ജനവിരുദ്ധമായ, നിരാശാജനകമായ, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകരമല്ലാത്തൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഞങ്ങളൊരു പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു. അത് വെറുതെ ഒരു കാര്യം പറഞ്ഞല്ല. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 2ാമതോ 3ാമതോ പ്ലേസ് ചെയ്ത പേപ്പർ സാധാരണ FRBM ആക്ട് അനുസരിച്ചുള്ള കണ്ടീഷൻസാണ്. ആ FRBM ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള തുക പോലും കേരള സംസ്ഥാനത്തിന് എടുക്കാൻ സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞു, ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രയും പ്രത്യേക പാക്കേജ് ചോദിക്കുന്നുണ്ട്. കേരളവും പ്രത്യേക പാക്കേജ് ചോദിച്ചു. അവർ ചോദിച്ചതുകൊണ്ടല്ല, അവർ ചില വികസന കാര്യങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ, ഞങ്ങളോ നമുക്ക് തരാനുള്ളതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ളത് കണക്ക് സഹിതം പറഞ്ഞ് ആ പണം ഒരു പാക്കേജായിട്ട് വേണമെന്ന് പറഞ്ഞു. 24,000 കോടി. അതിനെപ്പറ്റി മിണ്ടിയില്ല. ആകെ ഈ 2 സ്റ്റേറ്റുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രധാന പല പദ്ധതികളും പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു നാഷണൽ ഹൈവേ പണിയുന്നത് പോലെയും ഒരു പ്രധാനപ്പെട്ട ആശുപത്രി പണിയുന്നത് പോലെയും പ്രധാനമല്ലേ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി? വിഴിഞ്ഞമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണ്. 1 രൂപ അതിനായിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് വെച്ചോ? കേരളം ഇന്നിപ്പോൾ ദുബായിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഷാങ്ഹായിലും പോകുന്ന നമ്മുടെ നാട്ടിലെ ഫീഡർ വെസലുകൾ, ഇടത്തരം കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു തുറമുഖമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരു പണം അതിൽ വെച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഏറ്റവും ചെറുത് പോട്ടെ, ഒരു എയിംസ് എത്ര വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, സ്ഥലം ഉൾപ്പെടെ മാറ്റിയിട്ടു. അതിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം പറയുമെന്ന് എനിക്കറിയില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനമുണ്ട്. അപ്പോൾ അതിനകത്ത് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്ന് കഴിഞ്ഞാൽ, BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നാൽ വലിയ കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാണല്ലോ 7 പ്രാവശ്യം പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ. ഇപ്പോൾ BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം. ഇതാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് BJPയുടെ 2 MP-മാർ, ഒരാൾ കേരളത്തിൽ നിന്നുള്ളതാണ്, ഒരാൾ MP അല്ല, മന്ത്രിയാണ്, 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെയുള്ള സമീപനം സ്വീകരിക്കണം. കേരളത്തിൽ നിന്നുള്ള UDFൻ്റെ MP-മാർ, കേരളത്തിൽ നിന്നുള്ള MP-മാരെല്ലാം ഇന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, മറ്റ് MP-മാർ, LDFൻ്റെ രാജ്യസഭാംഗങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംയുക്തമായിട്ട് കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇതൊരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തുന്നതല്ല. അത്രയേറെ വിഷമകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്. ആ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിനകത്തും വാസ്തവത്തിൽ വലിയ സ്കെയിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഒരു ഫസ്റ്റ് സ്കെയിലിൽ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. കാര്യമായ ഗുണം ആളുകൾക്ക് ഉണ്ടാവുന്നതല്ല. ഒരു 3 സ്കെയിൽ, ഏറ്റവും ലോവർ സ്റ്റാർട്ടിംഗ് സ്കെയിലിൽ 3 സ്കെയിലിൽ ചെറിയൊരു വ്യത്യാസം, അതിനകത്തൊരു 5% വ്യത്യാസം. ആ താഴത്തെ വരുമാന പരിധി മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിലാദ്യമായി വ്യക്തിപരമായ ഇൻകം ടാക്സിനേക്കാളും കുറവാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന നിലയിലേക്ക് കാര്യം വരിക. 5% വിദേശത്തു നിന്നുള്ള കമ്പനികളുടെ കോർപ്പറേറ്റുകൾക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കുറവാണ്, ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വന്നേക്കുന്നത്. അത് വല്ലാത്തൊരു, ഈ ഗവൺമെൻറ് അധികം മുന്നോട്ട് പോവില്ല എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്തോന്നറിയില്ല. ഞാനത് ഇപ്പോൾ വന്നൊരു ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഉടനെ അത് പറയാൻ ആളല്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥിതി കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഗവൺമെൻറ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് വല്ലാത്തൊരു സ്ഥിതിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് അങ്ങേയറ്റം എതിരാണ്. എല്ലാവരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതാണ് ഈ ബഡ്ജറ്റിൻ്റെ സമീപനം. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാജ്യത്തിൻ്റെ ആരോഗ്യമല്ല, മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവും ആയുസ്സും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരു സ്റ്റേറ്റിൻ്റെയും കണക്കുകൾ എടുത്ത് പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് നിങ്ങൾ പലപ്പോഴും
തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയ പ്രചരണം കൂടുതൽ വരുന്നതുകൊണ്ട് അതൊക്കെ എടുത്ത് പറയാറുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ കാര്യം വെറുതെ പറയുകയാണെന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ നികുതി, ടാക്സ്, മറ്റു വരുമാനങ്ങൾ, ഗ്രാൻഡ് നമുക്ക് കിട്ടുന്നില്ല. ഈ ചാർട്ട് ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിലുള്ളതാണ്. ടോട്ടൽ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് ആണിത്. ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ആ ട്രാൻസ്ഫർ വർദ്ധിച്ചു വരികയാണല്ലോ. കേരളത്തിന് മാത്രം ഇത് കുറയുക. ഇനി വേറെ ചില സ്റ്റേറ്റിലുണ്ടോയെന്നുള്ളത്, നേരത്തെ കർണാടകത്തിന് പരാതി ഉണ്ടായിരുന്നു. ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. കേരളത്തിന് ഈ ഭാഗത്ത് 47,000 കോടി കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം ഇവിടെ 47,000 കിട്ടി ഇങ്ങനെ മേലോട്ട് പോകേണ്ടതിന് പകരം ഈ 47,000-ന് പകരം താഴോട്ട് വന്ന് 33,000 കോടി രൂപ ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ വർഷം 11,000 കോടിയേ ഉള്ളൂ. ഗ്രാൻഡും കഴിഞ്ഞ വർഷത്തെ 11,000 കോടിയും ടാക്സും കൂടെ ചേർത്താൽ 32,000 കോടിയേ ഉള്ളൂ. 47,000 കോടി 4 വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കുറയുകയാണ്. ഞാൻ പറഞ്ഞു, ഈ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് 21% കേരളത്തിൻ്റെ ആകെ റവന്യൂ ചെലവിൻ്റെ, കേരളത്തിൻ്റെ ആകെ ചെലവിൻ്റെ 21% ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് തരേണ്ട വിഹിതത്തിൻ്റെ ഭാഗമായി തരുന്നുള്ളൂ. വളരെ വലിയ കുറവാണ്. ബീഹാറിന് 71% കിട്ടുന്നത്. യു പിക്ക് 47%-ലധികം കിട്ടുന്നത്. ഇന്ത്യൻ ശരാശരി 47-48%. കേരളത്തിന് മാത്രം 21% കിട്ടുന്നുള്ളൂ എന്നുള്ളത്